യെസ് മക്കളെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഷാരോൺ സാർ എടുത്തു അല്ലെ. ഇനി സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് ഞാനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 2 ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഈ ചാപ്റ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് കുറച്ച് ഇക്വേഷൻസ്, സമവാക്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതിലേക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം നമ്പർ ഓഫ് GAM ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ GAM ഓഫ് എലമെന്റ്സ്, അല്ലെങ്കിൽ GMMന്റെ എണ്ണം തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മൂലകങ്ങളുടെ GAM. നമ്പർ ഓഫ് ആറ്റംസ്, നമ്പർ ഓഫ് GAM ഇൻറ്റു അവഗാഡ്രോ നമ്പറായ 6.022 ഇൻറ്റു 10⁻23. അതുപോലെ നമ്പർ ഓഫ് GAM അല്ലെങ്കിൽ GAMന്റെ എണ്ണം എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM, തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ GAM. അതുപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് GAM ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് GAMന്റെ എണ്ണത്തോട് അവഗാഡ്രോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ 1 GAM, മോളുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ 1 GAM. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ 1 GMM, മോളുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ 1 GMM. അതുപോലെ അടുത്തത് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് അറ്റ് STP ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. STP സ്ഥിതി ചെയ്യുന്ന മോളുകളുടെ എണ്ണം തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ആണ്. ഇത് വെച്ചാണ് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. കാരണം കൂടുതലും ഇതിൽ നിന്ന് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രാം മോളിക്കുലാർ മാസ്, ഗ്രാം അറ്റോമിക് മാസ് ഒക്കെ ഒന്ന് പഠിക്കുക. അങ്ങനെയുള്ള ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു വെക്കുക. അതോടൊപ്പം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കെപ്റ്റ് അറ്റ് STP, മോളിക്കുലാർ മാസ് 44. അതായത് STPയിൽ സ്ഥിതി ചെയ്യുന്ന 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ മാസ് കണക്കാക്കുക. മോളിക്കുലാർ മാസ് 44 തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് CO2 ആർ പ്രസന്റ് ഇൻ ഇറ്റ്? ഇത്രയും CO2വിലെ തന്മാത്രകളുടെ എണ്ണം എത്ര? ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് നോക്കാം അതിന്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, അതായത് മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, മാസ് ആണ് കണക്കാക്കേണ്ടത്. ഓക്കെ, മാസ് കണ്ടെത്തണം. അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, വോളിയം, വ്യാപ്തം തന്നിട്ടുണ്ട് ഇല്ലേ, 112 ലിറ്റർ വ്യാപ്തം തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിവൺ വോളിയം അല്ലെ, തന്നിരിക്കുന്ന വ്യാപ്തം എന്ന് പറയുന്നത് 112 ലിറ്റർ ആണ്. 1 GMM നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ, GMM മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് അല്ലെ. എത്രയാണ് മക്കളെ, 44 മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് മോളുകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്രയാണ്, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന വ്യാപ്തം എത്രയാണ്, 112 അല്ലെ. 112 ഡിവൈഡഡ് ബൈ 22.4 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, 112 ഡിവൈഡഡ് ബൈ 22.4 ചെയ്യുമ്പോൾ 5 മോള് കിട്ടും. ഓക്കെ, 5 മോളാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ചിലർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സാറേ എങ്ങനെയാണ് ഈ 112 ഡിവൈഡഡ് ബൈ 22.4 ചെയ്യുന്നതെന്ന്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, 112നോടും ഒരു 10 വെച്ച് ഇൻറ്റു ചെയ്യുക, 22.4നോടും 10 വെച്ച് ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര കിട്ടും, 1120, അതായത് 1120 എന്നും കിട്ടും. ഇവിടെ 224 എന്നും കിട്ടും. ഓക്കെ, അതിനുശേഷം ഇത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5 എന്നുള്ള ആൻസർ കിട്ടും. മനസ്സിലായോ? അതിനുശേഷം ഇതിന് ചെയ്ത് കഴിയുമ്പോൾ 5 എന്നുള്ള ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ഓക്കെ, അതിനുശേഷം 1 മോൾ ഇസ് ഈക്വൽ ടു 1 GMM. അതായത് നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നതും നമ്പർ ഓഫ് GMM എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ഓക്കെ, ഒരേപോലെ തന്നെയാണ്. അതായത് 1 മോൾ എന്ന് പറഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, 1 GMMനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 മോൾ എന്ന് പറയുന്നത് എന്തിനോട് തന്നെ ഈക്വൽ ആയിരിക്കും, 5 GMMനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, അതായത് നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, എന്താണ്, നമ്പർ ഓഫ് മോൾസ് അല്ലെ, നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം ഈസ് ഈക്വൽ ടു ഗിവൺ മാസ്
അല്ലെ ഗിവൺ മാസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ എന്താണ് GMM എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. ശരിയാണല്ലോ അല്ലെ? അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തു. നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചിരിക്കുന്നത്? 5 ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഗിവൺ മാസ് അല്ലെ തന്നിരിക്കുന്ന മാസ് എത്രയാണ്? തന്നിരിക്കുന്ന മാസ് അറിയില്ല, കാരണം നമുക്ക് ഇവിടെ മാസാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതുകൊണ്ട് മാസിന് ഞാൻ അതുപോലെ തന്നെ എഴുതി. ഗിവൺ മാസിന് പകരം ഞാൻ എന്തെന്ന് എഴുതി? വെറും മാസ്. തന്നിരിക്കുന്ന മാസ് എന്നുള്ള സ്ഥലത്ത് വെറും മാസ് എഴുതി. ഓക്കെ, GMM നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 44. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ GMM എത്ര തന്നെയാണ്? 44 തന്നെയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? മാസ് കണക്കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 44 44 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അതെന്തായി മാറും മക്കളെ? 5 × 44 എന്നാകും ഇല്ലേ? 5 × 44 എന്നാകും. അത് എത്രയാണ്? 220 ആണ്. ഓക്കെ, 220 ആണ്, അല്ലെങ്കിൽ 220 ആണ്. മനസ്സിലായോ? അങ്ങനെയാണ് 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെ, തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കറിയാം എന്താണ് 5 മോൾസ്. നമ്പർ ഓഫ് മോൾസ് നമ്മൾ എത്ര കണ്ടുപിടിച്ചായിരുന്നു? 5 മോൾസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഇല്ലേ? 5 മോൾസ് നമുക്ക് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അവഗാഡ്രോ നമ്പറിനോട് എന്ത് ചെയ്താൽ മതി? അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം GMM അല്ലെ 1 മോൾ എന്ന് പറയുന്നത് 1 GMM ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ 5 മോൾ എന്ന് പറയുന്നത് 5 GMM ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് GMM ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണല്ലോ എന്ത്? തന്മാത്രകളുടെ എണ്ണം അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ 5 × 6.022 × 10⁻23 മോളിക്യൂൾസ്. ഇതാണ്, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 170 ഗ്രാം അമോണിയ അറ്റ് STP. അതായത് STP സ്ഥിതി ചെയ്യുന്ന 170 ഗ്രാം അമോണിയ വാതകത്തിന്റെ വ്യാപ്തം കണക്കാക്കുക. ഇവിടെ വോളിയം ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. തൊട്ട് മുമ്പ് മാസ് ആയിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് മാസ് തന്നിട്ടുണ്ട്, വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഓക്കെ, ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 170 ഗ്രാം ആണ്. 1 GMM = 1 മോൾ അല്ലെ? അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 22.4 ലിറ്ററിനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് GMMന്റെ എണ്ണം എന്ന് പറയുന്നത് ഗീവൺ മാസ് തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ GMM ആണ്. അങ്ങനെയാണെങ്കിൽ 170 ഡിവൈഡഡ് ബൈ 17 എത്ര കിട്ടും? 10 GMM അല്ലെങ്കിൽ 10 മോൾ എന്നും വേണമെങ്കിൽ പറയാം അല്ലെ? 10 GMM എന്നും പറയാൻ വേണമെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെന്നും പറയാം? 10 മോൾ എന്ന് പറയാം. കാരണം 10 GMM = 10 മോൾ ആണ് അല്ലെ? ഇനി നമുക്ക് വ്യാപ്തം കണക്കാക്കണം. ഓക്കെ, മോൾ വ്യാപ്തം കണക്കാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി മക്കളെ? അതായത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഏതായിരുന്നു ഇക്വേഷൻ? അതായത് നമ്പർ ഓഫ് മോൾസ് അല്ലെ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഗിവൺ മാസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന വോളിയം. ഗിവൺ വോളിയം തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെയാണ് ഈ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വോളിയം കണ്ടുപിടിക്കാനാണെങ്കിൽ വോളിയം = എന്താണ്? നമ്പർ ഓഫ് മോൾസ് അല്ലെ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4 ചെയ്താൽ എന്ത് കിട്ടും? അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ അതുപോലെ ചെയ്യുവാണ്. വോളിയം = നമ്പർ ഓഫ് മോൾ അല്ലെ? മോളുകളുടെ എണ്ണം ഇൻറ്റു 22.4 ചെയ്തു. അപ്പൊ 10 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾ, അല്ലെങ്കിൽ 10 GMM ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്? 10 × 22.4 എത്ര കിട്ടി? 224 ലിറ്റർ എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റി. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് O2. O2ന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ ഹൗ മെനി മോളിക്യൂൾസ് ആർ ദർ ഇൻ 16 ഗ്രാം O2. 16 ഗ്രാം O2ലെ എത്ര തന്മാത്രകളുണ്ട്? 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. അത് നമ്മൾ ചിലരുടെയൊക്കെ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചു വയ്ക്കണം. ഓക്കെ, അതായത് ഓക്സിജന്റെ അറ്റോമിക് മാസ് 16, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് പേരുടെ പൊതുവായിട്ട് പഠിച്ചു വയ്ക്കുന്ന നല്ലതാണ്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, നൈട്രജന്റെ അറ്റോമിക് മാസ് 14 എന്നൊക്കെയുള്ളത്
എന്ത് ചെയ്യണം, അതിൽ കാർബണിന്റെ അറ്റോമിക് മാസ് 12. ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളവരാണ്. അപ്പൊ ഇവരുടെയൊക്കെ അറ്റോമിക് മാസ് ഇതെന്ത് ചെയ്യണം, കാണാതെ പഠിച്ചു വെക്കുന്നത് വളരെ ഉപകാരപ്പെടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓക്സിജന്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓക്സിജന്റെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 2 ഓക്സിജൻ ഉണ്ട് ഇല്ലേ, O2 2 ഓക്സിജൻ ആണുള്ളത് അല്ലെ. O2 എന്ന് എടുക്കുമ്പോൾ 2 ഓക്സിജൻ, 2 ഇൻറ്റു അതിന്റെ അറ്റോമിക് മാസ് ആയ 16 അല്ലെ. 16 ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും, 32 കിട്ടും. അപ്പൊ അതിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ GMM എന്നൊക്കെ പറയുന്നത് എന്താണ്, 32 ഗ്രാം ആണ്. 32 ഗ്രാം ആണ്. ഓക്കെ, ഇനി അടുത്തത് ഹൗ മെനി മോളിക്യൂൾസ് ആർ ദെയർ ഇൻ 16 ഗ്രാം O2. എന്ത് ചെയ്താൽ മതി, 16 ഡിവൈഡഡ് ബൈ 32 ചെയ്താൽ മതി. എങ്ങനെ, അതായത് 16 എന്ന് പറയുന്ന അറ്റോമിക് മാസ് ആണ്, അത് ഡിവൈഡഡ് ബൈ അതിന്റെ മോളിക്കുലാർ മാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഓക്കെ, ഹൗ മെനി മോളിക്യൂൾസ്, അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് കിട്ടും. അതെന്താണ്, 0.5 ആയിരിക്കും. ഓക്കെ, അതായത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതായത് തന്നിരിക്കുന്ന മാസ്, ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ GMM എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവിടെ 16 ഗ്രാം ആണ് തന്നിരിക്കുന്ന മാസ്. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ അതിന്റെ GMM എത്രയാണ്, 32 ആണ്. O2ന്റെ GMM 32 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 0.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം, ഹൗ മെനി മോളിക്യൂൾസ്, എത്ര തന്മാത്രകൾ ഉണ്ടെന്ന് പറയുമ്പോൾ 0.5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആയ 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് മിക്കപ്പോഴും ചോദിക്കുന്ന നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾ, അതായത് മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണം ഒക്കെ കണ്ടെത്തണമെങ്കിലും നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എവിടെ വന്നാലും നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ എന്താണ്, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും വരിക. ഓക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്നത് വോളിയം ആണെങ്കിൽ വോളിയത്തിന്റെ കേസിലുള്ള ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 22.4 ലിറ്റർ എന്നുള്ളത് എടുക്കണം. ഇപ്പൊ മാസ് ആണത്, മോളിക്യൂളിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM എടുക്കണം. ആറ്റം ആണെങ്കിൽ ഗിവൺ മാസ് ബൈ അല്ലെങ്കിൽ തന്നിരിക്കുന്ന മാസ് ബൈ GAM ആണ് എടുക്കേണ്ടത്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 32 ആണ്. അതുപോലെ 16/32 ഇൻറ്റു അവഗാഡ്രോ നമ്പർ, അതല്ലെങ്കിൽ 0.5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മോളിക്യൂൾസിന്റെ എണ്ണം, തന്മാത്രകളുടെ എണ്ണവും നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോളിക്കുലാർ മാസ് ഓഫ് മീഥെയ്ൻ CH4 is 16. മീഥെയ്ൻ CH4ന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 GMM ഓഫ് മീഥെയ്ൻ, അതായത് എന്താണ്, ഒരു GMM മീഥെയ്ന്റെ മാസ് കണക്കാക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് 160 ഗ്രാം മീഥെയ്ൻ മോളിക്യൂൾസ്. 160 ഗ്രാം CH4ൽ അടങ്ങിയിരിക്കുന്ന മോൾ തന്മാത്രകളുടെ എണ്ണം കണക്കാക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാസ് ഓഫ് 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മീഥെയ്ൻ മോളിക്യൂൾസ്. 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മീഥെയ്ൻ തന്മാത്രകളുടെ മാസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 1 GMM എന്ന് പറയുന്നത് എത്രയാണ്, 16 ഗ്രാം തന്നെയാണ്. ഓക്കെ, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു, അതായത് വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 GMM മീഥെയ്ൻ എന്നായിരുന്നു. ഓക്കെ, ഒരു GMM മീഥെയ്നിന്റെ മാസ് എത്രയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ 1 GMM ഈസ് ഇക്വൽ ടു എന്തായിരിക്കും, 16 ഗ്രാം തന്നെയായിരിക്കും. ഇനി നമ്പർ ഓഫ് മോൾസ്, ഇപ്പം അവിടെ 2 GMM ആയിരുന്നെങ്കിലോ 2 ഇൻറ്റു 16 വരുമായിരുന്നു. 3 GMM ആയിരുന്നെങ്കിലോ 3 ഇൻറ്റു 16, 3 ഇൻറ്റു 16 വരുമായിരുന്നു. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോൾസ്, ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് 160 ഗ്രാം മീഥെയ്ൻ മോളിക്യൂൾസ്. 160 ഗ്രാം CH4ൽ അടങ്ങിയിരിക്കുന്ന മോൾ തന്മാത്രകളുടെ എണ്ണം കണക്കാക്കുക എന്നാണ്. ഓക്കെ, അതായത് തന്മാത്രകളുടെ എണ്ണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമ്പർ ഓഫ് മോളുകളുടെ എണ്ണം ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ GMM ചെയ്തു. അപ്പൊ 160 ഡിവൈഡഡ് ബൈ 16 അല്ലെ. 160 ആണ് തന്നിരിക്കുന്ന മാസ്, ഡിവൈഡഡ് ബൈ 16 ചെയ്യുമ്പോൾ 10 മോള്. അങ്ങനെയാണെങ്കിൽ 10 മോളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 10 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടും. സി ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്, സി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഫൈൻഡ് ദ മാസ് ഓഫ് 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മീഥെയ്ൻ മോളിക്യൂൾസ്. അതായത്
മാസ് കണക്കാക്കുക. അതായത് 5x6.22 × 10⁻23 മീഥേൻ തന്മാത്രകളുടെ മാസ് എത്രയാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ 80 ഗ്രാം എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. 80 ഗ്രാം, അതായത് 1 GMM മീഥേൻ എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. ഓക്കെ, അത് എന്തിനോട് ഈക്വൽ ആണ്? 6.022 × 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾസിനോട് ഈക്വൽ ആണ്. ഓക്കെ, അത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 80 ഗ്രാം ആണ് കിട്ടുന്നത്. 80 ഗ്രാം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The atomic masses of some elements are given. ചില മൂലകങ്ങളുടെ അറ്റോമിക് മാസ് ചുവടെ കൊടുത്തിരിക്കുന്നു. സോഡിയത്തിന്റെ 23, കാർബണിന്റെ 16, ഓക്സിജന്റെ 16, കാർബണിന്റെ 12, ഓക്സിജന്റെ 16, നൈട്രജൻ 14, ഹൈഡ്രജൻ 1. ഓക്കെ, ഫൈൻഡ്. താഴെ കൊടുത്തിരിക്കുന്നവ കണ്ടെത്തുക. എന്തൊക്കെയാണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 318 ഗ്രാം ഓഫ് Na2CO3. അതായത് Na2CO3 സോഡിയം കാർബണേറ്റിൽ അടങ്ങിയിരിക്കുന്ന 318 ഗ്രാം സോഡിയം കാർബണേറ്റിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് ഇൻ 85 ഗ്രാം ഓഫ് NH3. 85 ഗ്രാം അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾ ആദ്യം കണ്ടുപിടിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കുക. അപ്പൊ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ അതിന്റെ GMM കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് സോഡിയം കാർബണേറ്റിന്റെ GMM ആണ് എത്ര? 106. ഓക്കെ, അതായത് സോഡിയം കാർബണേറ്റിന്റെ GMM നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. Na2CO3 നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാ GMM കണ്ടുപിടിക്കേണ്ടത്? Na2CO3 എന്ന് പറയുമ്പോൾ ഇവിടെ കാണിച്ചു തരാം. Na2CO3 GMM കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ 2 സോഡിയം ഉണ്ട് ഇല്ലേ? അപ്പോൾ 2 ഇൻറ്റു അതിന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് 23. ഓക്കെ, പ്ലസ് ഇനി ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ. അപ്പോൾ 1 ഇൻറ്റു 12. ഓക്കെ, പ്ലസ് ഇനി ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ. അപ്പോൾ 3 ഇൻറ്റു അതിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. ഓക്കെ, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 106 ആയിരിക്കും. ഓക്കെ, ചെയ്ത് കഴിയുമ്പോൾ 106 കിട്ടും. അങ്ങനെയാണ് അതിന്റെ GMM കണ്ടുപിടിച്ചത്. അപ്പോൾ 318 ഡിവൈഡഡ് ബൈ 106 ചെയ്തപ്പോൾ 3 കിട്ടി. അപ്പോൾ 3 മോള് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ 3 ഇൻറ്റു 6.022 × 10⁻23. 6.022 × 10⁻23 മോളിക്യൂൾസ് ആയിരിക്കും. അവഗാഡ്രോ നമ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? 3നെ മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 85 ഡിവൈഡഡ് ബൈ 17. എന്താണ് തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത്? 85 ആണ്. അതിന്റെ NH3യുടെ GMM എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ്. എങ്ങനെയാണ്? നൈട്രജൻ അവിടെ ഒരാളുള്ളൂ, അതുകൊണ്ട് അതിന്റെ നൈട്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 14 ആണ്. അപ്പോൾ 1 ഇൻറ്റു 14 പ്ലസ് ഇവിടെ 3 ഹൈഡ്രജൻസ് ഉണ്ട് ഇല്ലേ? NH3 എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. സോ 3 ഇൻറ്റു ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ആണ്, ഈക്വൽ ടു 17. ഓക്കെ, 17 അങ്ങനെ കിട്ടി. അപ്പോൾ 85 ഡിവൈഡഡ് ബൈ 17 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 മോൾ എന്ന് കിട്ടി. അപ്പൊ നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണവും നമുക്ക് അവിടെ എന്ത് ചെയ്തു? കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The relation between the volume and temperature of a fixed mass of gas at constant pressure is shown in the table. സ്ഥിര സമ്മർദ്ദത്തിൽ നിശ്ചിത മാസ് ഉള്ള വാതകത്തിന് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വോളിയം വ്യാപ്തം നമുക്ക് തന്നിട്ടുണ്ട് 600 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ 400 തന്നിട്ടുണ്ട്. Q നമുക്ക് പൂരിപ്പിക്കണം. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 300 ആണെന്ന് തന്നിട്ടുണ്ട്. P പൂരിപ്പിക്കണം. ഇവിടെ എത്രയാണ്? 500 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എൻ്റെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് P ആൻഡ് Q എന്നിവ കണ്ടുപിടിക്കുക. ഓക്കെ, എന്താണ്? Pയും Qയും കണ്ടുപിടിക്കണം. വിച്ച് ഗ്യാസ് ലോ ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗിവൺ റിലേഷൻ? ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. നിങ്ങൾ നോക്കിക്കേ, 600 ആണ് വോളിയം തന്നിരിക്കുന്നത്. വോളിയവും അതുപോലെ തന്നെ ടെമ്പറേച്ചറും അല്ലെങ്കിൽ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധപ്പെടുത്തി ഉള്ള ഒരു ലോ നമുക്കറിയാം, ചാൾസ് നിയമമാണ്. ചാൾസ് നിയമം പറയുന്നത് എന്താണ്? വോളിയം കൂടുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ, താപനില കൂടുമ്പോൾ എന്തും കൂടും? വോളിയം കൂടുമെന്നാണ് പറഞ്ഞത് അല്ലെ? താപനില കൂടുമ്പോൾ എന്ത് ചെയ്യും? വ്യാപ്തവും കൂടും. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? വോളിയം കൂടും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ 600 ആണ് വോളിയം. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഇവിടെ 300 തന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ വോളിയം കുറഞ്ഞു, 400ലേക്ക് പോയി. ഓക്കെ, അപ്പൊ 600ന്റെ നേർ പകുതിയായിരുന്നു 300. ശരിയല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 400ലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും മക്കളെ കിട്ടുന്നത്? 200 ആയിരിക്കും. ശരിയല്ലേ? ഇവിടെ 600ന് 300 ആണെങ്കിൽ ഇവിടെ 400ന് എത്ര കിട്ടും? 200 ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 500 നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 500 ടെമ്പറേച്ചർ താപനില വന്നെങ്കിൽ ഇവിടെ എത്രയായിരിക്കും വരിക? കാരണം 600ന്റെ നേർ പകുതിയാണ് 300 ഇവിടെ എഴുതിയത്. 400 വന്നപ്പോൾ അത് നമ്മൾ ഇവിടെ 200 എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ 500 വന്നെങ്കിൽ ഇവിടെ എത്ര വന്നം? 1000 വന്നം. ശരിയാണല്ലോ? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക. അങ്ങനെ റിലേറ്റ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതിന്റെ ആൻസറിലേക്ക് പോവാം. പിയുടെ ആൻസർ 200 ആയിരുന്നു, ക്യൂവിന്റെ ആൻസർ 1000 ആണ്. നമുക്കറിയാം ചാൾസ് ലോ ആണ് ആ പറഞ്ഞതെന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അനലൈസ് ദ ടേബിൾ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. പട്ടിക പൂർത്തിയാക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മോഡലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. സബ്സ്റ്റൻസ് O2 NH3 CO2 HCl എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. GMM തന്നിട്ടുണ്ട്. O2ന്റെ GMM നമുക്ക് 36 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, O2ന്റെ GMM നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 36 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ മാസ് ഇൻ ഗ്രാംസ്. ഓക്കെ, മാസ് ഇൻ ഗ്രാംസ് നമുക്ക് 360 ആണ് തന്നിരിക്കുക. ഓക്കെ, 36 ആണ് GMM തന്നിരിക്കുന്നത്. അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ നോക്കണ്ട. അവിടെ തന്നിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ 36 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 360 മാസ് ഇൻ ഗ്രാംസ് തന്നിരിക്കുന്ന മാസ് 360 ആണ്. നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കണം. വോളിയം തന്നിട്ടുണ്ട്. STPയിലുള്ള വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 224. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയം അറ്റ് STP, അതായത് STPയിലെ വ്യാപ്തം നമുക്ക് 224 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കാരണം മാസ് ഇൻ ഗ്രാംസ് ഗിവൺ മാസ് തന്നിട്ടുണ്ട്, GMM തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാം? O2ന്റെ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതായത് നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്പർ ഓഫ് മോൾസ് അല്ലെ, മോളുകളുടെ എണ്ണം ഈസിക്കൽ ടു ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ്. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ GMM എന്നുള്ള ഇക്വേഷനൊക്കെ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 360 ആണ് തന്നിരിക്കുന്ന മാസ് അല്ലെ. 360 ആണ് ഡിവൈഡഡ് ബൈ 36 ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി മക്കളെ? 10 കിട്ടി. ഓക്കെ, 10 മോളാണ് നമുക്ക് കിട്ടി. അപ്പൊ എയുടെ ആൻസർ 10 ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണ് ഇതിന്റെ ആൻസർ എടുക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കുക, NH3യിലേക്ക് വന്നു. NH3യിൽ നമുക്ക് GMM 17 ആണ് കിട്ടിയിട്ടുണ്ട്. മാസ് ഇൻ ഗ്രാംസ് നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമ്പർ ഓഫ് മോൾസ് 5 ആണ് തന്നിട്ടുണ്ട്. വോളിയം 112 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പമാണ്, കാരണം ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. ഓക്കെ, ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. എന്താണ്? നമ്പർ ഓഫ് മോൾസ് അവിടെ എത്ര തന്നിട്ടുണ്ട്? 5 ആണ് തന്നിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 5, ആ നമ്പർ ഓഫ് മോൾസിന്റെ അവിടെ ഞാൻ 5 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഗിവൺ മാസ് നമുക്ക് എന്താണ്? മാസ് ആണ് തരാത്തത്. അപ്പൊ മാസിന് സാറ് ഞാൻ അവിടെ മാസ് എന്ന് മാത്രം എഴുതി. ഡിവൈഡഡ് ബൈ ഇനി എന്താണ്? GMM ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 17 തന്നിട്ടുണ്ട്, ഇല്ലേ? 17 തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എഴുതാം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അതായത് നമ്പർ ഓഫ് മോൾസ് ഇവിടെ 5 ഈസ് ഈക്വൽ ടു മാസ് നമുക്ക് കണ്ടുപിടിക്കണം. ഗിവൺ മാസ് ഇല്ല, അതുകൊണ്ട് മാസ് കണ്ടുപിടിക്കണം. താഴെ എന്താണ്? നമുക്ക് 17 ആണ് GMM എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്താൽ മതി? മാസ് കണക്കാക്കാൻ ഈ 17നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പൊ എത്ര കിട്ടും നമുക്ക്? 85 എന്നുള്ള ആൻസർ കിട്ടും. 85 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അതായത് 5 ഇൻറ്റു ഓക്കെ എന്ത് ചെയ്തപ്പോഴാണ് 5 ഇൻറ്റു 17 ചെയ്ത് കഴിഞ്ഞപ്പോൾ 85 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ബിയുടെ ആൻസർ വരുന്നത് 85 എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യുക? നമ്മൾ ചെയ്ത സംഭവങ്ങൾ തന്നെയാണ്, അതൊരു കോളത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് പേടിക്കേണ്ട. നമ്മൾ എന്തൊക്കെ തന്നിട്ടുണ്ട് അത് വെച്ച് നമുക്ക് ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം എന്ന് നമ്മൾ നോക്കിയാൽ മതി. അതിനുശേഷം സി ക്വസ്റ്റ്യൻ വരുമ്പോൾ എളുപ്പമാണ്. സി, കാർബൺ ഡൈ ഓക്സൈഡിന്റെ GMM കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് പേരുടെ കോമൺ ആയിട്ടുള്ളവരുടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന അറ്റോമിക് മാസ് എന്ന്. ഓക്കെ, ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ത്? ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ CO2 ആണ് വരുന്നത് അല്ലെ. കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്.
അത് കാണാൻ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കാർബൺ ഉള്ളൂ, അതുകൊണ്ട് 1 × 12 പ്ലസ് എത്ര കാർബൺ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് നമുക്ക്? 2 ഓക്സിജൻ. 2 × 16 ചെയ്ത് കഴിയുമ്പോൾ 44 എന്ന് കിട്ടും. ഓക്കെ, 44 GMM ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വരുന്നത്. ഇനി നിങ്ങൾ നോക്കുക HCl. ഓക്കെ, HCl അതുപോലെ തന്നെ വന്നു. ഓക്കെ, HCl വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? കാരണം HClന്റെ ബാക്കി എല്ലാം തന്നിട്ടുണ്ട്. അതായത് GMM തന്നിട്ടുണ്ട്, എത്ര? 36.5 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ് ഇൻ ഗ്രാംസ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 73 ആണെന്നും തന്നിട്ടുണ്ട് അല്ലെ. ഇനി അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? വോളിയം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, വോളിയത്തിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഒക്കെ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് പോകാം. നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എന്താ ചെയ്യുക? ഡയറക്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? ഗിവൺ വോളിയം അല്ലെ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4. ഓക്കെ, നമുക്ക് ഇവിടെ എത്ര മോൾസ് തന്നിരിക്കുന്നത്? 2 മോൾസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സാർ എന്ത് ചെയ്തു? അവിടെ 2 ഓക്കെ 2 എന്നിട്ട് കൊടുത്തു. നമ്പർ ഓഫ് മോൾസിന്റെ അവിടെ 2 എന്നിട്ട് കൊടുത്തു. ഈക്വൽ ടു വോളിയം അറിയില്ല, വ്യാപ്തം നമുക്കറിയില്ല. അപ്പോൾ വ്യാപ്തത്തെ അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ 22.4. ഈ 22.4 സാർ എന്ത് ചെയ്തു? ഇങ്ങോട്ട് അങ്ങ് കൊണ്ടുവന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? 2 × 22.4 അല്ലെ, 2 × 22.4 എന്ന് വന്നു. എത്ര കിട്ടും? 44.8 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഡിയുടെ ആൻസർ എത്ര കിട്ടി? 44.8 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെ ടേബിൾ വന്നാൽ നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്യുക. തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുക, അതിനനുസരിച്ച് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും, ആൻസർ കിട്ടും. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം, ശരിയാണോ? ഓക്കെ, അതായത് 10 ആയിരുന്നു ആദ്യത്തെ ആൻസർ അല്ലെ. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു 10 ആണ് ആൻസർ കിട്ടിയത്. അതുപോലെ തന്നെ പിന്നെ 85 കിട്ടി, 44 കിട്ടി, 44.8 കിട്ടി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഇതും എന്താണ്? പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സിമ്പിൾ ആണ്. എലമെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? H2 തന്നിട്ടുണ്ട്, ഹീലിയം തന്നിട്ടുണ്ട്. ഓക്കെ, H2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ മോളിക്കുലർ തന്നിരിക്കുന്നത്, ശരിയല്ലേ? ഒരു മോളിക്കുലർ. അതിന്റെ അറ്റോമിക് മാസ്, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. പക്ഷെ തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ഗ്രാം ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയായിരിക്കും മക്കളെ? അതായത് നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ് എന്നാണ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മാസ് 4 ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാവണം? 2 ആയിരിക്കും. കാരണം ആറ്റം 4 പേരുണ്ട്, ആറ്റം തന്നെ 4 പേരുണ്ട്. ഓക്കെ, ആറ്റം 4 പേരുണ്ടെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവുള്ളൂ? 2 മോളിക്യൂൾസ് ഉണ്ടാവുള്ളൂ. കാരണം എന്തുകൊണ്ടാന്ന് പറയട്ടെ, ഇവിടെ 2 ആറ്റങ്ങൾ കൂടി ചേർന്നാണ് ഒരു മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്, ശരിയല്ലേ? 2 ആറ്റങ്ങൾ ചേർന്നാണ് ഒരു മോളിക്യൂൾ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ 4 ആറ്റങ്ങൾ വന്നെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് പറയുമ്പോൾ ഇവിടെ 4 എന്ന് വന്നിട്ടുണ്ട്, ശരിയല്ലേ? 4 എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 ആറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ എത്ര മോളിക്യൂളേ ഉണ്ടാവുള്ളൂ? 2 × 6.022 × 10⁻23 വരുള്ളൂ. മനസ്സിലായോ? അതായത് ആറ്റങ്ങളുടെ നേർ പകുതിയേ വരുള്ളൂ. കാരണം ഇവിടെ 2 ആറ്റം കൂടി ചേർന്നാണ് ഒരു H2 മോളിക്യൂൾ ഉണ്ടായത്. അങ്ങനെ 4 ആറ്റങ്ങളുണ്ട്. അങ്ങനെ 4 ആറ്റങ്ങൾ കൂടി ചേർന്നുണ്ടായതുകൊണ്ട് 4 × 6.022 × 10⁻23 വന്നു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് വരുമ്പോൾ അവിടെ എത്ര വരുള്ളൂ? 2 × 6.022 × 10⁻23 എന്നാണ് വരുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇനി ബി, വോളിയം. വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്കറിയാം നമ്പർ ഓഫ് മോളിക്യൂൾ അല്ലെ. നമ്പർ ഓഫ് മോളിക്യൂൾ എത്രയായിരുന്നു? 2 × എന്ന് പറഞ്ഞാൽ എടുത്തത് അല്ലെ. അപ്പൊ 2 ആണ് നമ്പർ ഓഫ് മോൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലെ. 2 ആണ് നമ്പർ ഓഫ് മോൾ ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം STPയില് 22.4 ലിറ്റർ ആയിരിക്കും എന്ത് വരുന്നത്? 22.4 ലിറ്റർ ആണ് STPയിലുള്ള ഒരു ഗ്യാസിന്റെ വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയ 2 നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് 2 എന്തിനോട് ചെയ്താൽ മതി? 2 × 22.4 ലിറ്റർ എന്ന് വരും. ഓക്കെ, അതായത് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇക്വേഷൻ വെച്ച്
ഞാൻ കാണിച്ചു തരാം, സിമ്പിൾ ആണ്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങളോട് ചോദിച്ചത് H2 മോളിക്യൂളിന്റെ കേസായിരുന്നു അല്ലെ. അതായത് നമുക്ക് തന്നിരിക്കുന്ന മാസ് എന്ന് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ടേക്കൺ എന്ന് പറഞ്ഞിരുന്നത് 4ആണ്. എമൗണ്ട് ടേക്കൺ അല്ലെങ്കിൽ മാസ് എന്ന് പറയാം. ഓക്കെ, എമൗണ്ട് ടേക്കൺ അല്ലെങ്കിൽ മാസ് എന്നും പറയാം. ഓക്കെ, അത് 4 ആയിരുന്നു. H2 മോളിക്യൂൾ ആയിരുന്നു. ഓക്കെ, H2 മോളിക്യൂളിന്റെ അറ്റോമിക് മാസ് അല്ലെ, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണ് H2 മോളിക്യൂളിന്റെ GMM എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 × 1 ആയിരിക്കും അല്ലെ. 2 × 1 ആയിരിക്കും, അത് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്പർ ഓഫ് മോള് കണ്ടുപിടിക്കണം. വേണ്ടേ? മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾ അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ ഗിവൺ മാസ് അല്ലെ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു ഗിവൺ മാസ് എത്ര ഇവിടെ? 4 ആണ് അല്ലെ, ഡിവൈഡഡ് ബൈ അതിന്റെ GMM എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 എന്നുള്ള ആൻസർ കിട്ടി. അപ്പൊ നമ്പർ ഓഫ് മോൾ 2 ആണ് കിട്ടിയെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് വരുമ്പോൾ എങ്ങനെ വരും? നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം വരുമ്പോൾ 2 × 6.022 × 10⁻23 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, ഇനി വ്യാപ്തം നമുക്ക് കണ്ടുപിടിക്കണം. വ്യാപ്തം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് അല്ലെ, നമ്പർ ഓഫ് മോൾസ് ഈസ് ഇക്വൽ ടു ഗിവൺ വോളിയം തന്നിരിക്കുന്ന വ്യാപ്തം അല്ലെ, ഗിവൺ വോളിയം തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ആണ് അല്ലെ, 22.4 ലിറ്റർ. നമുക്ക് എന്താണ്? വോളിയം തന്നിട്ടില്ല, അതുകൊണ്ട് വോളിയത്തെ സാർ അവിടെ നിർത്തി. എന്നിട്ട് ഡിവൈഡഡ് ബൈ 22.4 നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഇവിടെ എത്രയായിരുന്നു കിട്ടിയത്? 2 ആയിരുന്നു കിട്ടിയത്. അപ്പൊ ഞാൻ 2 ഇവിടെ എഴുതി. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് 22.4നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ വോളിയം ഈസ് ഇക്വൽ ടു 2 × 22.4 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? 44.8 ലിറ്റർ എന്നുള്ള ആൻസർ കിട്ടി. ഇങ്ങനെയാണ് വ്യാപ്തം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ ഇക്വേഷൻസ് വെച്ചാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലിയർ ആകും. അതായത് ഈ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഗിവൺ മാസിന്റെയും മാസ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM കണ്ടുപിടിക്കണം. GMM അവിടെ തന്നിട്ടുണ്ടെങ്കിൽ GMM നമ്മൾ അങ്ങനെ എടുത്ത് എഴുതുക. ഇനി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ GMM കണ്ടുപിടിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഒക്കെ എപ്പോഴും എന്താണ്? GMM കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അതുപോലെ തന്നെ നൈട്രജൻ അങ്ങനെയുള്ളവരുടെയൊക്കെ എന്ത് ചെയ്യുക? എപ്പോഴും അതൊന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കുക. അവരുടെയൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ തരാതിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. അതിൻ്റെ ഓക്കെ, ഇനി ഹീലിയത്തിന്റെ അടുത്ത് നോക്കാം. ഹീലിയം നമുക്ക് അറ്റോമിക് മാസ് 4 തന്നിട്ടുണ്ട്. എമൗണ്ട് ടേക്കൺ നമുക്ക് തന്നിട്ടില്ല. നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് 5 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. ഓക്കെ, നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വോളിയം തന്നിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ആറ്റംസ് എന്ത് തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും. ഓക്കെ, 5 × 6.022 10⁻23 ആയിരിക്കും. കാരണം ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് 5 ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെ അവിടെ എഴുതിയാൽ മതി. 5 × 6.022 10⁻23. ഓക്കെ, അതേസമയം എമൗണ്ട് ടേക്കൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എളുപ്പമാണ്. എമൗണ്ട് ടേക്കൺ കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്താണ്? ആദ്യം ചെയ്ത പോലെ തന്നെ എമൗണ്ട് ടേക്കൺ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഗിവൺ മാസ് അല്ലെ, ഗിവൺ മാസ് നമുക്ക് മാസ് ആണ് തരാത്തത്. GAM ആണ് ഇവിടെ എടുക്കേണ്ടത്. GAM ആണ്. കാരണം ഹീലിയം ഒരു ആറ്റം ആയിട്ട് മാത്രം നിൽക്കുന്നതാണ്. അതുകൊണ്ട് GAM ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം GAM നമുക്ക് 4 ആണ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 ആണ്. മാസ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് അവിടെ 5 ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാ കിട്ടിയത് 5 ആണെന്ന്? തൊട്ടപ്പുറം നമ്പർ ഓഫ് ആറ്റങ്ങളുടെ എടുത്ത് 5 × 6.022 10⁻23 എന്ന് തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ആ 5 എവിടെ നിന്നതാണ്? മോളിക്യൂൾസിന്റെ കേസിൽ 5 എവിടെ നിന്നതാണ്? ആ 5 ആണ് നമ്പർ ഓഫ് മോൾസ് അല്ലെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് GMM എന്ന് പറയുന്നത്
അല്ലെ. നമ്പർ ഓഫ് ജി എം എമ്മും നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളുകളുടെ എണ്ണവും അല്ലെങ്കിൽ ജി എം എമ്മിന്റെ എണ്ണവും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് എടുക്കുമ്പോൾ ആ സെയിം സംഖ്യ തന്നെ എടുത്താൽ മതി. എന്താണ് 5 × 6.02 × 10⁻23 തന്നെ എടുത്താൽ മതി. ഓക്കെ. ഇനി ഇവിടെ വരുമ്പോൾ നമ്പർ ഓഫ് മോൾസിന്റെ ഭാഗത്തിന് 5 ഇട്ടു, എന്ത് ചെയ്തു, ഇങ്ങോട്ട് 4നെ കൊണ്ടുവന്നു. അപ്പോൾ 5 × 4 എന്നായി, എത്ര കിട്ടി, 20 ആയി. അപ്പൊ നമുക്ക് മാസ് എത്ര കിട്ടി, മാസ് 20 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത അത് ടേബിളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് എന്ത് ചെയ്യണം, അത് പഠിക്കണം. ഓക്കെ. എന്നാൽ മാത്രമാണ് അത് ക്ലിയർ ആവുള്ളൂ. ഇത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഇക്വേഷൻസും ചെയ്യുക. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം ക്വസ്റ്റ്യൻസ് ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുള്ളൊരു നാക്ക് കിട്ടുള്ളൂ. ഓക്കെ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ നമുക്കത് എളുപ്പത്തിൽ ചെയ്ത് അങ്ങ് പോകാൻ പറ്റും. ഓക്കെ. പക്ഷെ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അധികം ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് പോകാം. അതായത് ആദ്യം ഞാൻ പറഞ്ഞത് 2 × 6.02 × 10⁻23. അതുപോലെ ബി ക്വസ്റ്റ്യൻ 2 × 22.4 44.8. സി ക്വസ്റ്റ്യൻ്റെ ആൻസർ 20 ഗ്രാം. ഡി ക്വസ്റ്റ്യൻ്റെ ആൻസർ 5 × 6.02 × 10⁻23. ഓക്കെ. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The volume of 1 mole of any gas at STP is 22.4 liter. What will be the volume of 34 gram NH3 at STP? GMM of NH3 is equal to 17 gram. STPയിലെ ഏതെങ്കിലും വാതകത്തിന്റെ ഒരു മോളിന്റെ അളവ് 22.4 ലിറ്റർ ആണ്, നമുക്കറിയാം അല്ലെ. 22.4 ലിറ്റർ ആണ് STPയിൽ നിൽക്കുന്ന ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ STPയിൽ നിലനിൽക്കുന്ന 34 ഗ്രാം NH3യുടെ അളവ് എത്രയായിരിക്കും എന്നാണ്. ഓക്കെ. നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക അല്ലെ. അതായത് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം ഈസ് ഇക്വൽ ടു ഗിവൺ മാസ് അല്ലെ, ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ എന്താണ്, GMM ആണ് അല്ലെ. NH3 എന്ന് പറയുന്ന ഒരു മോളിക്കുലായിട്ട് GMM എടുത്തു. ഓക്കെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മാസ് ഇവിടെ എത്രയാണ് മക്കളെ, 34 ആണ്. ഡിവൈഡഡ് ബൈ അതിന്റെ മോളിക്കുലാർ മാസ് GMM നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്, 17 ആണ്, 17 ആണെന്ന് തന്നിട്ടുണ്ട്. 17 ചെയ്തു. ഓക്കെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 2 എന്ന് കിട്ടും അല്ലെ. 2 മോൾസ് ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ. അപ്പൊ 2 മോള് ആണെന്ന് മോളുകളുടെ എണ്ണം കിട്ടി. ഇത്രയേ ഉള്ളൂ. അതായത് ദ വോളിയം. ഓക്കെ. അതിന് വാട്ട് വിൽ ബി ദ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 മോൾസ് കിട്ടി. ഇനി വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് മോൾസ് അല്ലെ. നമ്പർ ഓഫ് മോൾസ് ഈസ് ഇക്വൽ ടു ഗിവൺ വോളിയം അല്ലെ. ഗിവൺ വോളിയം അല്ലെങ്കിൽ തന്നിരിക്കുന്ന വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ അല്ലെ. ചെയ്ത് നോക്കിക്കേ. അപ്പൊ നമുക്ക് വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്ത് തന്നതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. ആദ്യം ചെയ്ത് തന്നപോലെ നമ്പർ ഓഫ് മോൾസിനെ സാർ എന്ത് ചെയ്തു, അവിടെ കിട്ടിയത് എഴുതി. അതായത് 2 എന്ന് എഴുതി. ഈസ് ഇക്വൽ ടു വോളിയം അറിയില്ല, ഡിവൈഡഡ് ബൈ 22.4. ഈ 22.4നെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അവിടെ എന്താകും, 2 × 22.4 എന്നാകും. അത് 44.8 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ മക്കളെ ഇതൊക്കെ അതുപോലെ ചെയ്ത് പഠിക്കുക. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പം പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ. അതുകൊണ്ട് അത് നല്ലപോലെ പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഹാപ്പൻസ് ടു ദ സൈസ് ഓഫ് എയർ ബബിൾസ് റൈസിംഗ് ഫ്രം ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം, വാട്ട് ഇസ് ദ റീസൺ? ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു, കാരണം എന്ത്? ബി ക്വസ്റ്റ്യൻ ആയിട്ട് വിച്ച് ഗ്യാസ് ലോ ഇസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ഫിനോമിനൻ, ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് സ്റ്റേറ്റ് ദിസ് ലോ, ഈ നിയമം പ്രസ്താവിക്കുക. ഓക്കെ. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എ ക്വസ്റ്റ്യൻ ആയിട്ട് ആൻസർ വരുന്നത് increases as the pressure of water decreases when the bubble moving upwards. The size of the air bubbles rising from the bottom of an aquarium increases while going up. അക്വേറിയത്തിലെ അടിത്തട്ടിൽ ദ്രാവക മർദ്ദം കൂടുതലാണ്, അതുകൊണ്ട് കുമിളയുടെ വലിപ്പം വ്യാപ്തം അല്ലെങ്കിൽ കുറവായിരിക്കും. അതായത് വ്യാപ്തം അല്ലെങ്കിൽ വലിപ്പം കുറവായിരിക്കും. മുകളിലേക്ക് വരും തോറും മർദ്ദം ക്രമേണ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. കുമിളയുടെ വലിപ്പം അപ്പം എന്ത് ചെയ്യും, കൂടും അല്ലെ.
അപ്പൊ അതായിരിക്കും. അതായത് കുമിളയുടെ വലിപ്പം മുകളിലേക്ക് വരുന്നതോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എയർ ബബിൾസിന്റെ സൈസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിൽ ബി ക്വസ്റ്റ്യൻ വരുന്നത് ഏത് ലോ ആണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളത്? ബോയിൽസ് ലോ ആണ്, ബോയിൽസ് നിയമമാണ്. അതിന്റെ ബോയിൽസ് ലോ പ്രസ്താവിക്കുന്നത്, സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിൽ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെവലിലായിട്ട് ചോദിക്കുക. ഓക്കെ, അതായത് ലോസ് ഇങ്ങനെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ആ എക്സാമ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒരു ലോ ചോദിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ലോയും ഉണ്ട്, ചാൾസ് ലോ ചോദിക്കാറുണ്ട്. അതായത് എയർ ബലൂൺ ബേസ്റ്റ് ആവുന്ന അല്ലെ, വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ ബലൂൺ എന്ത് ചെയ്തു പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ, താപനില കൂടുമ്പോൾ എന്ത് കൂടും? വ്യാപ്തം കൂടും അല്ലെ. അപ്പൊ അല്ലെങ്കിൽ വോളിയം ഇൻക്രീസ് ചെയ്യും, അതിലൂടെ എന്ത് സംഭവിക്കും? അത് പൊട്ടിപ്പോകുന്നു എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഏകദേശം ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു ഐഡിയ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നല്ലപോലെ പഠിച്ച് എന്ത് ചെയ്യുക, എക്സാം എഴുതുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.